ഈ ഒരു ഗവൺമെന്റിന്റെ ഫെയിലിയറിന്റെ ഭരണപരാജയത്തിന്റെ ഒരു ബെസ്റ്റ് ഡോക്യുമെന്റ് ആണ് ഈ ബഡ്ജറ്റ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, അതിലും കുറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, കയ്യടി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ മുഴുവൻ അതിന്റെ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്താർത്ഥ പിന്നെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രഖ്യാപനങ്ങൾക്കുള്ള 50% പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പോലും പണമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം വെച്ച പ്ലാനിൻ്റെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം അല്പം കൂട്ടി വെച്ച് കയ്യടി വാങ്ങിയിട്ട് എന്താ കാര്യം? എന്ത് പ്രഖ്യാപിച്ചാലും അതിനൊരു തെരഞ്ഞെടുപ്പ് ഡോക്യുമെന്റിന്റെ ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾക്കും പറയാം, പെൻഷൻ കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും. കാരണം ഒരു മാസം പോലും കൊടുക്കേണ്ടി വരില്ല. 5 വർഷം ആനുകൂല്യങ്ങൾ പലതും പണ്ട് പ്രഖ്യാപിച്ചത് കൊടുക്കാതെ അവസാനം വന്ന് ഇപ്പോൾ അല്പം കൂട്ടി അതിനെന്തർത്ഥമുള്ളത്? വെച്ചത് ചെലവഴിക്കാത്തവനാണോ പിന്നെ കൂട്ടേണ്ട കാര്യം പറയുന്നത്? ഭരണപരാജയത്തിൻ്റെ ബെസ്റ്റ് ഡോക്യുമെൻ്റാണ്. അതായത് ഞങ്ങളെ കൊണ്ട് ഇത്രേ കഴിഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ഇനി പറയാൻ പോകുന്നതിന് ഒരു പ്രസക്തിയില്ല, ഞങ്ങൾക്കൊരു മാസം അത് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ബഡ്ജറ്റ്.